നമസ്കാരം. ഒരു കുഞ്ഞിൻ്റെ സ്വഭാവം ഡെവലപ്പ് ആവുന്നതിൻ്റെ പ്രധാന കാരണം അവരുടെ വീട്ടിലെ സാഹചര്യമായിരിക്കും, അല്ലെങ്കിൽ പേരൻസിൻ്റെ ഇടപെടലുകളായിരിക്കും. ചില കുട്ടികൾ മോശപ്പെട്ട രീതിയിൽ പോകുന്നതും പ്രത്യേകിച്ച് എന്താ പറയുക മോഷണ ശ്രമത്തിലൊക്കെ പോകുന്നതിൻ്റെ പ്രധാന കാരണവും പേരൻസ് തന്നെയാണ്. ഞാൻ ഈ പറയുന്ന സംഭവം വെച്ചാൽ ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഞാനൊരു ഷോപ്പിംഗ് മോളിൽ പോയി. അവിടെ നമുക്കറിയാമല്ലോ, ഇപ്പോൾ വിദേശത്തൊക്കെ ആണെങ്കിലും ഇപ്പോൾ നാട്ടിലാണെങ്കിലും അങ്ങനെയൊക്കെ ഉണ്ട്. എങ്കിലും വിദേശത്തൊക്കെ പൊതുവേ ഈ ഷോപ്പിംഗ് മോളിലൊക്കെ പോകുമ്പം അവിടെ ഇങ്ങനെ മുട്ടായും മറ്റു കാര്യങ്ങളൊക്കെ ലൂസായിട്ട് നമുക്ക് മേടിക്കാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള അനുസരിച്ച് 1 കിലോ 2 കിലോ 1/2 കിലോ ഒക്കെ മേടിക്കാൻ പറ്റും. അത് ചില സ്ഥലത്തൊക്കെ തുറന്നിരിക്കുമായിരിക്കും. അവിടെ ഇപ്പോൾ ചിലപ്പോൾ കാഷ്യൂനട്ടും ഡേറ്റ്സും അങ്ങനെയൊക്കെ പലതും കാണും. പിന്നെ കൂട്ടത്തിൽ മുട്ടായും കാണും. അപ്പോൾ ഞാൻ ചെല്ലുമ്പോൾ ഒരു മലയാളി ഫാമിലി, അതിൽ 2 ആൺകുട്ടികളുണ്ട്. ഈ ആൺകുട്ടികൾ ഇതിലേ നടന്നിട്ട് എല്ലാ മുട്ടായിക്കകത്തുനിന്നും കൈയിട്ട് വാരി, ചിലപ്പോൾ ഞാനാണെങ്കിലും ഇപ്പോൾ ചെന്നൊരു മുട്ടായി എടുക്കണമെന്ന് നോക്കിയിട്ട് വേണം, ഇപ്പോൾ നമ്മൾ ചിലപ്പോൾ ഒരു സാമ്പിൾ പോലെ ഒന്ന് തുറന്ന് പറഞ്ഞാൽ കഴിച്ച് നോക്കുമായിരിക്കും. ഇവർ മാക്സിമം കഴിക്കാനും ശ്രമിക്കുന്നുണ്ട്, അവരുടെ പാൻറ്റിൻ്റെ പോക്കറ്റിലേക്ക് മാക്സിമം കുത്തി നിറയ്ക്കാനും ശ്രമിക്കുന്നുണ്ട്. ഇതിലേറ്റവും വിചിത്രമായി തോന്നിയ സംഭവം വെച്ച് കഴിഞ്ഞാൽ, ഈ കുട്ടികൾ ഈ മുട്ടായി അവിടെ നിന്ന് ശരിക്കും പറഞ്ഞാൽ അടിച്ചു മാറ്റുകയാണ്. ഈ അടിച്ചു മാറ്റുന്നത് എൻ്റെ സ്വന്തം തന്ത അപ്പുറത്ത് നിന്ന് കണ്ട് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. പുള്ളി എന്തോ ഈ കുഞ്ഞുങ്ങൾ ഒളിമ്പിക്സിൽ പങ്കെടുത്ത് ഈ ഫിനിഷിംഗ് പോയിന്റിലേക്ക് ഓടിയെത്തുമ്പോൾ ഒരു അപ്പനെ ഉണ്ടാകുന്നൊരു സന്തോഷമില്ലേ, അതേപോലെ അദ്ദേഹം ഇങ്ങനെ സന്തോഷിച്ചിരിക്കണം. എൻ്റെ മക്കൾ കണ്ടു, അവരെ എല്ലാവരെയും വെട്ടിച്ച് മുട്ടായി തട്ടിയെടുക്കുന്നു എന്നുള്ളൊരു ചിന്തയിൽ ഇങ്ങനെ വളരെ ഞെളിഞ്ഞു നിൽക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ അതിനകത്ത് എനിക്ക് തോന്നില്ല അയാൾ എന്താ അതിനകത്ത് അത്ര സന്തോഷിക്കാനുള്ള കാര്യം. മക്കൾ ചെയ്യുന്നത് തെറ്റാണെന്ന് മക്കളോട് പറയണം. 1 2 മുട്ടായി അയാൾ ചിലപ്പം ഒരു കൊതിക്ക് എടുത്തെങ്കിലും എടുത്തു. അപ്പോൾ അല്ലാണ്ട് അവിടുന്ന് ആവശ്യം എടുക്കുമ്പോൾ ഇന്നിപ്പം മുട്ടായി എടുക്കുന്ന കുഞ്ഞ് നാളെ ചിലപ്പം വേറൊരു സംഭവം എടുക്കുന്നിരിക്കും. ഇത് വേറൊരു വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ആ വീട്ടുകാരുടെ കണ്ണ് വെട്ടിച്ച് ആ വീട്ടിൽ നിന്നെല്ലാം മോഷ്ടിച്ചെന്നിരിക്കും. ഇപ്പോൾ നമ്മുടെ ചില കുഞ്ഞുങ്ങൾ ചിലപ്പോൾ വീട്ടിൽ വരുമ്പോൾ, ഇപ്പോൾ ചില പേരൻസിനുണ്ടാകുന്ന കുഴപ്പമാണ്, വീട്ടിൽ വന്ന് കുഞ്ഞുങ്ങൾ ബാഗ് തുറക്കുമ്പം കുഞ്ഞുങ്ങളുടെ അല്ലാത്ത ചില സാധനങ്ങൾ ബാഗിൽ കാണും. ചില പേരൻസ് അതിനെ ചോദ്യം ചെയ്യത്തില്ല. എന്നാൽ ചില പേരൻസ് അതിനെ ചോദ്യം ചെയ്യും, ഇത് ആരുടെയാണ്, നീ എവിടെ നിന്ന് എടുത്തു, എന്തെടുത്തു എന്നുള്ളത്. കുഞ്ഞുങ്ങളാണ് ചിലപ്പോൾ സ്കൂളിലോ അല്ല മറ്റൊരു വീട്ടിലോ പോകുമ്പോൾ ചിലപ്പോൾ കണ്ട് ഇഷ്ടപ്പെടുന്ന സാധനം ചിലപ്പോൾ സ്വന്തമാക്കണമെന്ന് ആഗ്രഹത്തിൽ ഇപ്പോൾ എടുക്കും. ഇത് വീട്ടിൽ കൊണ്ടുവന്ന് പേടിച്ചായിരിക്കും കൊണ്ടുവരുന്നത്. വീട്ടിൽ കൊണ്ടുവന്ന് ചിലപ്പോൾ പേരൻസ് കണ്ടാലും ആ പേരൻസ് വലിയായിട്ട് അതിന് വഴക്ക് പറയുന്നില്ലെങ്കിൽ അവരും കരുതും കുഴപ്പമില്ലല്ലോ, എൻ്റെ പപ്പയും അമ്മയൊന്നും വഴക്ക് പറയത്തില്ല, പ്രശ്നമൊന്നുമില്ല. അവരിത് വീണ്ടും തുടരും. അവർ തുടർന്ന് മുന്നോട്ട് പോകുന്തോറും അവർ ഭയങ്കരമായ മോഷണ ശ്രമത്തിലേക്കുള്ളൊരു ഇതിലേക്ക് പോകും. അവരുടെ മൈൻഡ് മൊത്തം, ചില ആൾക്കാരുണ്ട് എത്ര കാശുണ്ടെന്ന് പറഞ്ഞാലും മോഷ്ടിക്കുന്ന ഒരാളുണ്ട്. എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു, ഭയങ്കര കാശുകാരനാണ്. അവൻ്റെ മെയിൻ സ്വഭാവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹോട്ടലിൽ പോയി കഴിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ഒരു സ്പൂൺ അടിച്ച് മാറ്റും, അല്ലെങ്കിൽ ഒരു ഫോർക്ക് അടിച്ച് മാറ്റും. ഇത് അവൻ്റെ ഒരു ശീലമാണ്. അവൻ്റെ ഡ്രോയൊക്കെ തുറന്ന് നോക്കി കഴിഞ്ഞാൽ നിറയെ ഒരു 10 കിലോയ്ക്കുള്ള സ്പൂണും ഫോർക്കും ഉണ്ട്. എന്നാൽ ഇത് ഉപയോഗിക്കുമ്പോൾ അതുമല്ല, ചുമ്മാ ഹോട്ടലിൽ പോവുക, ഒരെണ്ണം അടിച്ച് മാറ്റുക. അവനൊരു മാനസിക പ്രശ്നമാണ്. ഞാൻ പറഞ്ഞേ, കുഞ്ഞുങ്ങൾ ഇത്തരം